ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. സ്വീഡനിലെ ഗോതംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സിറ്റിയിൽ നിന്ന് നമ്മൾ മാൽമോ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് ചെയ്ത ഒരു ഒരു ഏകദേശം ഒരു 200 കിലോമീറ്റർ ട്രാവൽ ഉള്ള ഒരു എന്താ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്തത് ശരിക്കും. പക്ഷേ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രം, ഒരു ചെറിയൊരു ഷോർട്ട്, ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് നമ്മൾ ശരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് ഈ ഗോതംബർഗ് നിന്ന് ഈ മാൽമോ റൂട്ടിലേക്ക് ഏകദേശം നവംബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അത് ഉണ്ടായ മാറ്റങ്ങൾ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇലകളൊക്കെ ഓൾമോസ്റ്റ് പൊഴിഞ്ഞ് ഒരു സൈഡിലൊന്നും ഒരു ഗ്രീനിഷ് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഭയങ്കര ഭംഗിയായി ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ആ ഭംഗി കണ്ടപ്പോഴേക്കും വീഡിയോ എടുക്കാണ്ട് വേറെ വഴിയില്ലാതെ പല ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് പല പ്രാവശ്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കേണ്ട. കാരണം നമ്മൾ ചാനൽ ഓൾറെഡി ട്രാവൽ വ്ളോഗ്സിനൊക്കെ ഭയങ്കര വ്യൂ കുറവാണ്. അപ്പോൾ എങ്കിലും പക്ഷേ ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് കാരണം ഞാൻ ഒരു 28-30 മിനിറ്റോളം വീഡിയോ എടുത്ത ശേഷം അതെല്ലാം ഞാൻ കട്ടാക്കി ശരി ആർക്കും ബോറടിക്കേണ്ടെന്ന് ഓർത്ത് മാത്രം ഞാൻ ഒരു 12 മിനിറ്റ് ആക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചാനലിൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ ചെയ്ത ട്രാവൽ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ സ്വീഡനിലെ കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഇനിയും റിസ്ക് എടുക്കുന്നതായിരിക്കും ട്രാവൽ വീഡിയോസ് ഇടാനായിട്ട്. ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ വർക്കിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രാവൽ വീഡിയോസ് എടുക്കാൻ ഉള്ള പ്ലാൻസ് ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ. ഇന്നലെ ഒരു പരീക്ഷാടിസ്ഥാനത്ത് ഒരു വീഡിയോ ഇന്നലെ എടുത്തും വെച്ചിട്ടുണ്ട്. നോക്കാം എന്താണ് റെസ്പോൺസ് എന്നുള്ളത്. നിങ്ങളുടെ റെസ്പോൺസ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിപ്പോൾ എല്ലാവർക്കും അറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഈ ട്രാവൽ വ്ളോഗ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ള ട്രാവൽ വ്ളോഗ്സിനാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന കാര്യം എനിക്ക് പലപ്പോഴും ഞാൻ വിൽക്കും, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കണ്ടിന്യൂഷൻ വിട്ടുപോകുക. കാരണം ഞാൻ പലപ്പോഴും സംസാരിക്കാറില്ല. പക്ഷേ ഈ ട്രാവൽ വീഡിയോയിൽ ഓൾറെഡി ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയത് കാരണം ഞങ്ങളുടെ ചില സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും മ്യൂട്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും മ്യൂട്ടായില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ആസ്വദിക്കുക. വേറെ ഒരു ജോലി സംബന്ധമായിട്ട് ഉള്ള ഒരു ട്രാവൽ വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഈ ട്രാവൽ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടുന്ന് നമ്മൾ തേർഡിലാക്കി നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് എന്താണ് ഈ റോഡിന്റെ അതിലോട്ട് ആക്കിയിട്ട് തേർഡിൽ നിന്ന് ഫിഫ്റ്റിലേക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. വണ്ടി ഇങ്ങനെ പറ്റൂലാത്തൊരു സിറ്റുവേഷനിലല്ലേ വരുത്തുന്ന പറഞ്ഞു. പക്ഷേ ഈ ബോൾ പോയി എനിക്ക് അതിന്റെ ഒരു വലിയൊരു കൺഫ്യൂഷനാണ്.
മറ്റേ ജർമ്മനിക്ക് പോയത് സ്റ്റെനാലൈനിലാണ്. ആ അതെ അതെ